ഒരു മനുഷ്യന് ഒരു ലിമിറ്റ് വരെ എല്ലാ പ്രഷറും സഹിക്കാം, പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ എല്ലാം കൺട്രോളിൽ നിന്ന് പോകും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു ഇന്റൻസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. കഴിഞ്ഞ വർഷം റിലീസായ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് കൂടി പറയാം. അപ്പൊ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കഥയിലേക്ക് പോകാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ നമ്മളുടെ കഥാനായികയായ ജനയ അവളുടെ മകളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലൂടെ നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. അവിടുന്ന് കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് രാവിലെ ഉറക്കമുണരുന്ന ജനയെയാണ്. തൊട്ടടുത്ത് തന്നെ അവളുടെ മകളായ ആര്യയുമുണ്ട്. ആര്യക്ക് അപസ്മാരത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവളെയും കൂട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകലാണ് ജനായയുടെ പണി. ഇവരുടെ ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ അത്രക്കും ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ജനയ അവിടെ അടുത്തുള്ള ഒരു ഗ്രോസറി സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ തുച്ഛമായ സാലറിയാണ് അവൾക്ക് കിട്ടുന്നത്. പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിന്റെ മെഡിക്കൽ കണ്ടീഷൻ പ്രോപ്പറായിട്ട് അവൾക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവർ നിൽക്കുന്നത് തന്നെ ഒരു വാടക വീട്ടിലാണ്. വാടക കൊടുക്കേണ്ട ദിവസം ഓൾറെഡി കഴിഞ്ഞു. ഇപ്പൊ അതും പെൻഡിങ് ആണ്. വീടിന്റെ ഓണർ വാടകയുടെ പേരും പറഞ്ഞ് ഇവൾക്ക് കുറെ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇന്ന് തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞ് ജനായ എങ്ങനെയോ ഒരു വിധം പിടിച്ചു നിൽക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം കടന്നു പോകാൻ അവൾക്ക് അത്രയും ബുദ്ധിമുട്ടാണെന്ന് അർത്ഥം. ശേഷം ജനയ മോളോട് വാ മോളെ, സ്കൂളിൽ പോകാൻ സമയമായി, നമുക്ക് കുളിക്കണ്ടേ എന്ന് പറഞ്ഞ് മകളെയും കൂട്ടിയിട്ട് ബാത്റൂമിലേക്ക് പോകുന്നു. ആര്യക്ക് അവളുടെ സ്കൂളിലെ സയൻസ് പ്രൊജക്ടിന് വേണ്ടി ജനയ ഒരു ചെറിയ ഇലക്ട്രോണിക് കമ്പോണന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും എടുത്തിട്ടാണ് ആര്യ ബാത്റൂമിലേക്ക് പോകുന്നത്. അപ്പൊ അവളുടെ കയ്യിൽ അത് കണ്ട് ജനയ മോളെ അതിൽ വെള്ളമാകും, ഒന്നാമതി ഇതിനാവശ്യമുള്ള ബാറ്ററിയും വയറും മറ്റുള്ള സാധനങ്ങളും വാങ്ങാൻ അമ്മ കുറച്ച് പൈസ ചെലവാക്കിയിട്ടുണ്ട്, നീ അതിൽ വെള്ളമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ആകില്ല എന്ന് പറയുന്നു. അന്നേരം ആര്യ അമ്മ ഞാൻ വലുതായില്ലേ, ഇനി ഞാൻ തനിയെ കുളിച്ചോളാം എന്ന് പറയുന്നു. അത് കേട്ട് ജനായ അത് വേണ്ട വേണ്ട, എങ്ങാനും നീ കഴിഞ്ഞ ദിവസത്തെ പോലെ വീണ് പോയാലോ എന്ന് പറയുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ആര്യ ഒറ്റയ്ക്ക് കുളിച്ചപ്പോൾ സ്ലിപ്പായിട്ട് ബാത്റൂമിൽ വീണ് അവൾക്ക് ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ആര്യ ജനയോട് ഇങ്ങനെ അവളുടെ ക്ലാസ് ടീച്ചർ ഇന്ന് ലഞ്ചിന് വേണ്ടി അവളോട് $14 കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞ കാര്യമൊക്കെ പറയുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് ശേഷം ജനയ മകളെ റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവിടെ പുറത്ത് അവരുടെ നെയ്ബറായ ബെന്നിയെ കാണുന്നു. ബെന്നിക്ക് പൈസ കിട്ടുന്ന സമയത്തൊക്കെ അതുകൊണ്ട് വെള്ളമടിച്ചിരിക്കലാണ് പണി. കയ്യിൽ ആവശ്യത്തിനുള്ള പൈസ ഇല്ലെങ്കിൽ പോലും തന്റെ ആവശ്യങ്ങൾ തികയാഞ്ഞിട്ട് പോലും ജനയ ബെന്നിക്ക് ചെറിയ ചെറിയ പൈസയൊക്കെ കൊടുത്ത് ഹെൽപ്പ് ആക്കാറുണ്ട്. അത്രക്കും നല്ല സ്വഭാവമാണ് ഇവളുടെ. അപ്പൊ പതിവ് തെറ്റിച്ചില്ല, ഇന്നും അവൾ എന്നത്തെയും പോലെ ബെന്നിക്ക് പൈസ കൊടുക്കുന്നു. എന്നിട്ട് ഈ പൈസ കൊണ്ട് ചുമ്മാ വെള്ളമടിച്ച് നടക്കരുതെന്ന് താക്കീത് കൊടുത്ത് ജനയ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ അവളുടെ വീടിന്റെ ഓണറായ സ്ത്രീ നിനക്ക് നാട്ടുകാർക്കൊക്കെ കൊടുക്കാൻ പൈസയുണ്ട്, എന്റെ വാടക തരാൻ മാത്രം നിന്റെ കയ്യിൽ 5 പൈസ ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഇന്ന് എനിക്ക് സാലറി കിട്ടും, ഇന്ന് 10 മണിയാകുമ്പോഴേക്കും ഇവിടെ വന്ന് വാടക നിങ്ങളുടെ കയ്യിൽ ഞാൻ തരും, ഇന്ന് എന്തായാലും പൈസ തന്നോളുക, ഇല്ലെങ്കിൽ നിന്റെ പെട്ടി സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഞാൻ പുറത്തിടും, വെറുതെ എന്റെ സ്വഭാവം മാറ്റാൻ നോക്കണ്ട എന്ന് ആ സ്ത്രീ പറയുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് ശേഷം മകളെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കിയിട്ട് മോളെ അമ്മയ്ക്ക് ഇന്ന് എന്തായാലും സാലറി കിട്ടും, നിന്റെ ലഞ്ചിന്റെ പൈസ ഇന്ന് ഞാൻ ഇവിടെ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് ജനയ അവിടുന്ന് പോകുന്നു. ഇവിടെ ജനയയുടെ ഗ്രോസറി സ്റ്റോറിലാണെങ്കിൽ നിറയെ ആളും ബഹളവും ആയിരിക്കും. അന്നേരം ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ കയ്യിലുള്ള WIC കാർഡ് വെച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കുമ്പോൾ ജനയ അവരോട് മാം സോറി, ഈ കാർഡ് വെച്ച് നിങ്ങൾ ഇപ്പൊ വാങ്ങിച്ച ചില സാധനങ്ങൾ മാത്രം എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ ആ സ്ത്രീ കുറച്ച് റൂഡായിട്ട് ഹലോ, ഈ കാർഡ് വെച്ചാണ് ഞാൻ മുമ്പൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. സോറി, അതെനിക്കറിയില്ല, ചിലപ്പോൾ ഇവിടെയുള്ള വേറെ സ്റ്റാഫ് അതിനെ അലോ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ റൂൾസ് പ്രകാരം അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഇവൾ. നീ അധികം എന്നോട് ഉണ്ടാക്കാൻ വരണ്ട, മര്യാദയ്ക്ക് എന്റെ കാർഡ് താ എന്ന് പറഞ്ഞ് ആ സ്ത്രീ ആ കാർഡും എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നു. അന്നേരം ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ജനയോടുള്ള ദേഷ്യത്തിൽ അവിടെ ഉണ്ടായ സോഡ എറിഞ്ഞു പൊട്ടിക്കുന്നു. അങ്ങനെ അവിടെ മൊത്തം വൃത്തികേടാവുകയാണ്. അത് കണ്ട് അവിടുത്തെ മാനേജർ റിച്ചാർഡ് വന്നിട്ട് ജനയോട് എന്താ ഇത്, പെട്ടെന്ന് ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നു പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ അയാൾ വഴക്ക് പറയുന്നു. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ വഴക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ അവൾക്ക് ആകെ മൊത്തം എന്തോ പോലെ ആകുന്നുണ്ട്. ഈ റിച്ചാർഡ് എപ്പോഴും ഇവളോട് ഈ രീതിയിൽ തന്നെയാണ് പെരുമാറല്. കിട്ടുമ്പോഴൊക്കെ അവൾ കിട്ടുന്നു കൊടുക്കുക എന്നതാണ് റിച്ചാർഡിന്റെ ഒരു ഹോബി. ശേഷം അവൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി മോപ്പ് എടുക്കാൻ പോയ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് അവൾക്ക് കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് നീ ഇത് വെച്ചോ, കുഞ്ഞിന്റെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് ഇത് ഉപകാരപ്പെടുമെന്ന് പറയുന്നു. അയ്യോ വേണ്ട വേണ്ട, നീ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൈസയൊക്കെ ഉണ്ടാക്കുന്നത്, അതും കൂടി എനിക്ക് തന്നാൽ. അതൊന്നും വേണ്ട, നീ ഇത് അവിടെ വെക്ക്, ഇന്ന് എന്തായാലും എനിക്ക് സാലറി കിട്ടും. ആ സമയം ജനയക്ക് മകളുടെ സ്കൂളിൽ നിന്ന് കോൾ വരുന്നു. ഇവളാണെങ്കിൽ പ്ലീസ് അത് ചെയ്യരുത് എന്നൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ട്. എന്നാൽ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതേസമയം പോയിട്ട് ഇത്ര നേരമായിട്ടും ജനയെ കാണാത്തത് കൊണ്ട് റിച്ചാർഡ് അവളെ വന്നിട്ട് അവളോട് ജനയ കസ്റ്റമേഴ്സ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്, നീ ഇവിടെ എന്തുണ്ടാക്കുകയാ, അവിടെ അത്രയും പണി ബാക്കി നിൽക്കെ നീ ഇവിടെ ഫോണിൽ കളിക്കുകയാണോ, നിനക്കറിയില്ലേ വർക്കിംഗ് ടൈം ഫോൺ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവളെ വല്ലാണ്ട് വഴക്ക് പറയുന്നുണ്ട്. സാർ എനിക്ക് എന്റെ മകളുടെ സ്കൂളിലേക്ക് ഇപ്പം പോകണം, അത്രക്കും ആവശ്യമാണ്, പ്ലീസ്
പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് ഇവൾ റിച്ചാർഡിനെ കൺവിൻസ് ആക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അയാൾ അവസാനം ശരി ഞാൻ നിനക്ക് 30 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ നീ ഇവിടെ തിരിച്ചെത്തിയിരിക്കണം, ഇല്ലെങ്കിൽ അറിയാലോ ഞാൻ നിന്നെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും എന്ന് പറയുന്നു. പിന്നീട് ഒട്ടും സമയം കളയാതെ അവൾ നേരെ ATM പോയിട്ട് മകളുടെ ലഞ്ചിന് ഇന്ന് കൊടുക്കേണ്ട $14 എടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവൾക്ക് എന്താണെന്നറിയില്ല, പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല. ശേഷം അവൾ വേഗം അവിടെ അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് അവിടുത്തെ മാനേജറായ നിക്കോളിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ ഈ പൈസ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ. അവളുടെ അക്കൗണ്ടിലാണെങ്കിൽ $47 ഉണ്ട്. എന്നിട്ടും $40 എന്തുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. മാം, അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ ബാങ്ക് പറയുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇപ്പം എമൗണ്ട് വിഡ്രോ ചെയ്യണമെന്നാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടി വരും. ജനായക്കാണെങ്കിൽ കുഞ്ഞിന്റെ ലഞ്ചിന്റെ പൈസ ഇന്ന് എന്തായാലും കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഓക്കെ, നിങ്ങൾ എന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് എന്റെ പൈസ ഇങ്ങ് തിരിച്ച് തന്നേക്ക് എന്ന് പറയുന്നു. ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതാ ആ ക്യൂയിൽ നിൽക്കേണ്ടി വരും. അപ്പൊ ഇവൾ നോക്കിയ സമയത്ത് അവിടെയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും. അവൾക്കാണെങ്കിൽ ആകെ 30 മിനിറ്റ് മാത്രമേ റിച്ചാർഡ് കൊടുത്തിട്ടുള്ളൂ. അതിനുള്ളിൽ സ്കൂളിലും പോകണം, തിരിച്ച് ഷോപ്പിൽ എത്തുകയും വേണം. അതുകൊണ്ട് ക്യൂയിൽ എന്തായാലും നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവൾ നേരെ സ്കൂളിലേക്ക് പോകുന്നു. അവിടെ സ്കൂളിലാണെങ്കിൽ ആര്യയുടെ ക്ലാസ് ടീച്ചറും ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസിൽ നിന്ന് ഒരു സ്ത്രീയും ഉണ്ടാകും. അപ്പൊ ആ സ്ത്രീ ഇവളോട് ആര്യയുടെ ക്ലാസ് ടീച്ചറും പിന്നെ പ്രിൻസിപ്പളും പറഞ്ഞല്ലോ ആര്യ ക്ലാസ്സിലൊന്നും കഴിക്കാതെയും മര്യാദയ്ക്ക് കുളിക്കാതെയുമാണ് വരാറെന്ന്. ഇങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിൽ വി ആർ സോറി, ഞങ്ങൾക്ക് കുട്ടിയെ നിങ്ങളുടെ കൂടെ നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ അവളെ കൂട്ടി പോവുകയാണെന്ന് പറയുന്നു. അയ്യോ അല്ല, ഞാൻ അവളെ നന്നായിട്ടാണ് നോക്കുന്നേ, അവൾക്ക് അപസ്മാരത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട്, സോ അവൾ എപ്പോഴും അതിന്റെ മെഡിസിൻ ഒക്കെ എടുക്കാറുണ്ട്, ഞാനില്ലാതെ അവൾക്ക് പറ്റില്ല, നിങ്ങൾ ദയവ് ചെയ്ത് അത് മനസ്സിലാക്കണമെന്ന് ജനായ പരമാവധി പറയുന്നുണ്ട്. അവൾ അത്രയൊക്കെ പറഞ്ഞിട്ടും അവർ അതൊന്നും മൈൻഡ് ചെയ്യാതെ കുഞ്ഞിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നു. ജനായക്കാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കില്ല. അങ്ങനെ അവൾ തിരിച്ച് ഷോപ്പിലേക്ക് പോകുന്നു. 30 മിനിറ്റിനുള്ളിൽ ഷോപ്പിൽ തിരിച്ചെത്തണം എന്നാണല്ലോ റിച്ചാർഡ് ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ റോഡിലാണെങ്കിൽ ആകെ മൊത്തം ബ്ലോക്കാണ്. സമയമാണെങ്കിൽ ഇവിടെ പോകുന്നു. അവസാനം എങ്ങനെയൊക്കെയോ റോങ് സൈഡിലൂടെയൊക്കെ വണ്ടി എടുത്ത് അവൾ പോകുന്നുണ്ട്. അതേസമയം ഒരുത്തം വന്ന് ഇവളെ അങ്ങ് തെറികൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ജനയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. എന്നാൽ ആ തെറി വിളിച്ചവൻ ആഹാ നിന്നെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഭാവത്തിൽ അവളുടെ പിറകെ പോയി അവളുടെ വണ്ടിയിൽ ഇടിക്കുന്നുണ്ട്. ഇവള് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ആ വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടാകില്ല. അപ്പോഴേ നല്ല മഴയും വരുന്നുണ്ട്. അവൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയുടെ ഹുഡ് ഒന്ന് പൊക്കി നോക്കുന്ന സമയത്ത് അവിടെ ഒരു പോലീസ് ഓഫീസർ വരുന്നു. ജനയ ഇവളുടെ വണ്ടിയിൽ ഇടിച്ചവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ആ പോലീസിനോട് പറയുന്നുണ്ട്. അപ്പൊ ഇവളുടെ വണ്ടിയിൽ ഇടിച്ചവൻ അവനും ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അവൻ നേരെ ജനയോട് അടുത്ത് പോയിട്ട് നിന്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും ലൈസൻസും ഒക്കെ കാണിക്കും, ഇതൊന്നും നിന്റെ കയ്യിലില്ലെങ്കിൽ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അത് കണ്ട ആ ലേഡി ഓഫീസർ ഈ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ തൽക്കാലം ഇവിടുന്ന് പോ എന്ന് പറയുന്നു. അപ്പൊ അവൻ പോകുന്നതിന് മുമ്പ് ജനയോട് ഇനി മേലാൽ നിന്നെ ഞാൻ എവിടെയും കണ്ട നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് നിന്റെ ലൈഫ് അങ്ങ് നശിപ്പിച്ച് കളയുമെന്ന് ഭീഷണി മുഴക്കി അവൻ അവിടുന്ന് പോകുന്നു. ശേഷം ആ പോലീസ് ഓഫീസർ അവളോട് ലൈസൻസ് കാണിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അവൾ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് എക്സ്പയർഡ് ആയിട്ടുണ്ടാകും. ജനയക്കാണെങ്കിൽ സമയത്തിന് മുമ്പ് ഷോപ്പിലും എത്തണം. അതിനിടയിൽ പൈസയുടെ പ്രശ്നവും മകളുടെ സ്കൂളിലെ പ്രശ്നവും ഇപ്പൊ ഇത് പോലീസിന്റെ കയ്യിലും പെട്ടിരിക്കുകയാ. മാം, ഇന്ന് എന്റെ സാലറി കിട്ടും, അത് വെച്ച് ഞാൻ എന്റെ ലൈസൻസ് റിന്യൂ ചെയ്തോളാം എന്ന് ഇവൾ പരമാവധി പറയാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ പോലീസ് അതിനൊന്നും സമ്മതിക്കാതെ അവക്ക് ഫൈനും കൊടുത്ത് ആ കാർ അങ്ങ് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് ശേഷം അവൾ ഷോപ്പിലേക്ക് എത്തുന്നു. അന്നേരം റിച്ചാർഡ് വന്ന് അവളോട് ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറയുന്നു. അപ്പൊ ആ ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന മിഷേൽ എന്ന് പറയുന്ന ഒരുത്തിയെ കൊണ്ട് ഇവൾ എവിടേക്കാ പോകുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നോക്കാൻ റിച്ചാർഡ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജനായ, ഞാൻ നിനക്ക് തന്ന ടൈം 30 മിനിറ്റ് ആയിരുന്നു, എന്നാൽ ഇപ്പൊ ഇതാ 2 മണിക്കൂറായി നീ പോയിട്ട്. നീ ഇവിടുന്ന് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങിയത്, എന്നിട്ട് നീ ബാങ്കിലേക്കാണല്ലോ പോയത്. അത് കേട്ട് ഇവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങേരെ അതൊന്നും കേൾക്കുകയുമില്ല. കൂടാതെ ഇവളെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. സാർ എന്റെ സാലറി തരാമോ? ഞാൻ അതിന്റെ ചെക്ക് മെയിൽ വഴി മാത്രമേ അയക്കുകയുള്ളൂ, അത് പിന്നീട് അയക്കാമെന്ന് ഇയാൾ. അയ്യോ അത് പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ പൈസ കിട്ടണം, വീടിന്റെ വാടക, എന്റെ മകളുടെ ലഞ്ചിന്റെ പൈസ, ഇതിനൊക്കെ എനിക്ക് പണം വേണം. എന്നാൽ റിച്ചാർഡിന്റെ മറുപടിയിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് ശേഷം ജനായ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടത് കൊണ്ട് തന്നെ അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോഴുണ്ടാകും അവളുടെ ആ വീടിന്റെ ഓണർ അവളുടെ സാധനങ്ങളൊക്കെ വലിച്ച് പുറത്ത് എടുത്തിട്ടിട്ട്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ആ സയൻസ് പ്രൊജക്റ്റും പിന്നെ അവളുടെ ഡ്രസ്സെല്ലാം നനഞ്ഞിട്ടുണ്ട്. എല്ലാം കണ്ട് ഇവൾ നീറി കരയുന്നു. അന്നേരം ആ സ്ത്രീ അവളെ നോക്കിയിട്ട് എനിക്കറിയായിരുന്നു നീ ഇനി എന്തായാലും എന്റെ വാടക ഒന്നും തിരിച്ചു തരാൻ പോകുന്നില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നീയല്ലേ പറഞ്ഞത് നിനക്കിന്ന് സാലറി കിട്ടുമെന്ന്, അതെന്തായാലും നീ എന്റെ കയ്യിൽ കൊണ്ടുതരില്ലേ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മര്യാദയ്ക്ക് എന്റെ വാടക തന്നോ, ഇല്ലെങ്കിൽ നിന്റെ ആ പുറത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ പിന്നെ കിടക്കുന്നത് ഗാർബേജിലായിരിക്കും എന്ന് ഈ സ്ത്രീ പറയുന്നു. അങ്ങനെ വേറെ
വഴിയില്ലാത്തത് കൊണ്ട് ജനയ മകളുടെ മരുന്നും പിന്നെ ആ പ്രോജക്റ്റും എടുത്ത് നേരെ റിച്ചാർഡിന്റെ അടുത്ത് പോയിട്ട് അവളുടെ ആ സാലറി ആവശ്യപ്പെടുന്നു. ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞല്ലോ ചെക്ക് മെയിൽ വഴി അയക്കാമെന്ന്. പിന്നെ നീ എന്തിനാ വലിഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നേ? നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ, പിന്നെ ഇവിടെ കയറി നിരങ്ങേണ്ട കാര്യം എന്താ? അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ കുറച്ച് റോബേഴ്സ് അവിടെ വന്നിട്ട് ജനായുടെ നെയിം ടാഗ് കണ്ട് അതിലൊരുത്തൻ ജനായുടെ പേര് വിളിക്കുന്നു. എന്നിട്ട് റിച്ചാർഡിനെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് ഇവിടെയുള്ള പൈസ മുഴുവനും താ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങേര് പേടിച്ച് അവർക്ക് അവിടെയുള്ള ആ പൈസ മുഴുവനും കൊടുക്കാൻ നോക്കുമ്പോൾ ജനായ കയറി ഇല്ല അത് പറ്റില്ല, ഇതിൽ കുറച്ച് പൈസ എന്റെ സാലറിയാണ്, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അന്നേരം ഇവന്മാർ ഇവളെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന മൈൻഡിലായിരിക്കും. എടി മര്യാദയ്ക്ക് പൈസ കൊടുക്ക്, അവന്മാർ പോയില്ലെങ്കിൽ പിന്നെ പ്രശ്നമാകും. എന്നാൽ ഇവൾക്ക് എനിക്ക് എന്റെ പൈസ കിട്ടിയേ തീരുള്ളൂ എന്ന ഭാവത്തിലായിരിക്കും. കാരണം അത്രയും ദാരിദ്ര്യത്തിന്റെ വക്കീലാണല്ലോ ഇവള് നിൽക്കുന്നേ. പണിയും പോയി കിടപ്പാടും പോകുന്ന അവസ്ഥയിലായി. ആകെ ഉണ്ടായ മകളും കൈവിട്ട് പോകാനായ സിറ്റുവേഷനിലായി. ജനായ അവന്മാരെ പിടിച്ചു മാറ്റി അതിലൊരുത്തന്റെ തോക്ക് പിടിച്ചെടുത്ത് അതിലൊരുത്തനെ തന്നെ വെടിവെച്ച് കൊല്ലുന്നു. റിച്ചാർഡ് അവളോട് നീ എന്താ ഞാൻ വെറും ഊളയാണെന്ന് വിചാരിച്ചോ? എനിക്ക് നന്നായിട്ട് അറിയാം നീയാണ് ഇവന്മാരെ ഇങ്ങോട്ട് അയച്ചതെന്ന്. എല്ലാം നിന്റെ പ്ലാൻ ആയിരുന്നില്ലേ? അതിലൊരുത്തൻ നിന്റെ പേര് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എണ്ണിയിരുന്നോ? നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തരാമെന്ന് പറഞ്ഞ് നേരെ റിച്ചാർഡ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അയ്യോ അല്ല, അവരെന്റെ നെയിം ടാഗ് കണ്ടിട്ടാണ് എന്റെ പേര് വിളിച്ചത്. അതൊന്നും കേൾക്കാതെ റിച്ചാർഡ് അപ്പോഴേക്കും നടന്ന കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറയുന്നു. ഇനിയിപ്പോ പോലീസ് വന്നു കഴിഞ്ഞാൽ തന്നെ അറസ്റ്റ് ചെയ്ത് ആകെ മൊത്തം ബഹളായി. പിന്നെ ഒരിക്കലും തന്റെ മകളെ ഇനി കാണാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ തോക്കെടുത്ത് റിച്ചാർഡിനെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പൈസ മുഴുവനും എടുക്കാതെ അവളുടെ സാലറി ചെക്ക് മാത്രം എടുത്ത് ആ റോബേഴ്സ് വന്ന വണ്ടി എടുത്ത് നേരെ സ്കൂട്ടാകുന്നു. ജനായ പോയതിനു ശേഷം ഇവിടെ റിച്ചാർഡ് ഇൻഫോം ചെയ്തത് കൊണ്ട് തന്നെ പോലീസുകാർ അപ്പോഴേക്കും അവിടെ എത്തുന്നു. എന്നാൽ കൊല്ലപ്പെട്ട റിച്ചാർഡിനെ ആയിരിക്കും അവർ അവിടെ കാണുന്നത്. തുടർന്ന് അവർ അവിടെയുള്ള ക്യാമറ പരിശോധിക്കുമ്പോഴാണ് എന്തൊക്കെയാ ശരിക്കും നടന്നതെന്ന കാര്യം അവർക്ക് വ്യക്തമാകുന്നത്. ശേഷം ഡിറ്റക്റ്റീവ് കെ ജനായയെ പറ്റി അവളുടെ അവിടെയുള്ള ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിക്കുന്നു. അവളൊരു പഞ്ചപാവാണ്, അവൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. റോബറിക്ക് പിന്നിൽ എന്തായാലും ജനായ അല്ല എന്നത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് രക്ഷിക്കണം. ഒന്നാമത് അവൾ അത്രയും മോശ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ദാ ഇപ്പൊ അതിന്റെ കൂടെ ഇതും. ശേഷം കെ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബില്ലിയോട് ക്യാമറ നോക്കി ജനായ പോയ ആ കാറിന്റെ ലൈസൻസ് പ്ലേറ്റ് ചെക്ക് ചെയ്ത് കാർ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇവിടെ ജനായ നേരെ പോയത് ബാങ്കിലേക്കാണ്. ബാങ്കിലെ സ്റ്റാഫായ ടെസക്ക് അവളുടെ ആ കയ്യിലുള്ള ചെക്ക് കാണിച്ചിട്ട് ക്യാഷ് വേണമെന്ന് പറയുന്നു. മാം നിങ്ങളുടെ ID തരാമോ? ഇവളുടെ കയ്യിലാണെങ്കിൽ ഇപ്പൊ ID പ്രൂഫും ഉണ്ടാകില്ല, കാശിനാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് താനും. അതുകൊണ്ട് ജനായ സോറി എന്റെ കയ്യിൽ അതില്ല, അത് ആരോ മോഷ്ടിച്ച് എന്ന് കള്ളം പറയുന്നു. ഓ സോറി, ID പ്രൂഫ് ഇല്ലാതെ ക്യാഷ് എടുക്കാൻ പറ്റില്ല, അത് ബാങ്കിന്റെ പോളിസിയാണ്. ജനായ ടെസയോട് കാര്യങ്ങൾ പരമാവധി പറഞ്ഞ് കൺവിൻസ് ആക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് ഈ പെണ്ണ് ID പ്രൂഫ് ഇല്ലാതെ ഒന്നും നടക്കില്ല എന്ന മൈൻഡിലായിരിക്കും. അങ്ങനെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ജനായ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് ടെസക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് മര്യാദക്ക് പൈസ താ എന്ന് ആവശ്യപ്പെടുന്നു. അത് കണ്ട് അവിടെ ഉണ്ടായ സ്റ്റാഫ്സ് എല്ലാം പേടിക്കുന്നുണ്ട്. ടെസ വേഗം ജനായയുടെ കണ്ണ് വെട്ടിച്ച് സൈലന്റ് അലാറം ഓൺ ചെയ്യുന്നു. അത് നേരെ മാനേജറായ നിക്കോളയ്ക്ക് കിട്ടുന്നുണ്ട്. അല്ല ഇതിപ്പോ എന്താ പറ്റിയതെന്ന് ആലോചിക്കുമ്പോൾ അവിടെ ജനായ മകളുടെ പ്രൊജക്റ്റും കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് ഇവൾ കാണുന്നു. ആ സമയം നിക്കോളിന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വരുന്നുണ്ട്. അപ്പൊ നിക്കോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ജനായയുടെ കയ്യിൽ ഒരു ബോംബും ഉണ്ടെന്ന് പറയുന്നു. ഏത് ജനായയുടെ മകളുടെ പ്രൊജക്റ്റ് കണ്ടിട്ടാണ് നിക്കോൾ അത് ബോംബാണെന്ന് തെറ്റിദ്ധരിച്ചത്. ഒരു ഭാഗത്ത് അപ്പോഴേക്കും കെയും ബില്ലിയും ജനായയുടെ ആ വാടക വീട്ടിലേക്ക് പോകുന്നു. അപ്പൊ ജനായയുടെ സാധനങ്ങളൊക്കെ പുറത്തിട്ടത് ഇവർ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട് കേക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ വല്ലാതെ ആവുന്നുമുണ്ട്. എന്താണെന്ന് അറിയില്ല. ഇതെന്താ സാധനങ്ങളൊക്കെ പുറത്തിട്ടതെന്ന് ഇവർ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇവൾ വാടക തരാത്തത് കൊണ്ട് ഞാൻ ചെയ്ത പണിയാണെന്നൊക്കെ ആ സ്ത്രീ പറയുന്നു. അന്നേരം ബില്ലി അവിടെ ഒരു മരുന്നിന്റെ കുപ്പി കാണുന്നുണ്ട്. അപ്പൊ അതിൽ ആര്യ എന്ന് പേര് എഴുതിയത് കണ്ട് ബില്ലി ഈ ആര്യ ആരാണെന്ന് അവരോട് ചോദിക്കുന്നു. അത് ജനായയുടെ മകളാണ്. ആ കുട്ടിക്ക് അപസ്മാരത്തിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അതിനെയും കൂട്ടിയിട്ട് ഏതു നേരം ഹോസ്പിറ്റലിൽ പോകലാണ് ജനായയുടെ പണി. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ടും അതിനിടയിൽ പോലും അവൾക്ക് പറ്റാവുന്നത് പോലെ എനിക്ക് പൈസ തന്ന് സഹായിക്കാറുണ്ട്. ജനായ ഒരു പാവമാണെന്നൊക്കെ ബെന്നി പറയുന്നു. ഇവിടെ മറുഭാഗത്ത് ബാങ്കിൽ ജനായയെ പേടിച്ചിട്ട് ടെസ അവിടെയുള്ള പൈസ മുഴുവനും എടുത്തിട്ട് ജനായക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഇതെന്തിനാ മുഴുവനും പൈസ തരുന്നേ? എന്റെ ആ ചെക്കിൽ $522 ആണുള്ളത്, എനിക്ക് ആ പൈസ മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇവൾ ഇവിടുന്ന് ബഹളം വെക്കുന്നുണ്ട്. ഇവൾ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതുമല്ല, കക്കാനും പിടിക്കാനുമല്ല ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ ഉള്ളവർ ഇവളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അന്നേരം നിക്കോള് വന്ന് ജനായോട് മാം ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞ് എങ്ങനെയോ ഒരു വിധം ആശ്വസിപ്പിക്കാൻ അവളെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാരെല്ലാം ബാങ്ക് മുഴുവനും വളയുന്നു. അവളുടെ ആ കയ്യിലുള്ള ആ പ്രൊജക്ട് ബോംബാണെന്നാണല്ലോ ഇവർ വിചാരിച്ചു
വിചാരിച്ച് വെച്ചിരിക്കുന്നത്. സോ ഇവർ അകത്തേക്ക് കയറാൻ മടിക്കും. കെ അവളുടെ ചീഫിനോട് ജനയെ ഒരു ക്രിമിനൽ ആകാൻ വഴിയില്ല, അവൾ ചിലപ്പോൾ ഈ റോബറിയിൽ പെട്ടതാവും എന്നൊക്കെ പറഞ്ഞ് ജനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ബില്ലി അവളുടെ ബോസിനെ വെടിവെച്ച് കൊന്നത് നീ കണ്ടതല്ലേ എന്ന് ചോദിക്കുന്നു. അവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. വാടക കൊടുക്കാത്തത് കൊണ്ട് അവളെ അവിടുന്ന് പുറത്താക്കി. അല്ലാതെയും കുറെ പേഴ്സണൽ ഇഷ്യൂസ് അവൾക്കുണ്ട്. ചിലപ്പോൾ അവൾ ബാങ്കിന്റെ അകത്തേക്ക് പോയത് പൈസ എടുക്കാൻ വേണ്ടിയായിരിക്കും. അവൾ എങ്ങനെയോ റോബറിയിൽ പെട്ടതാകും എന്നൊക്കെ പറഞ്ഞ് കെ അവളെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് ഈ സംഭവങ്ങളൊക്കെ വലിയ ന്യൂസ് ആയിട്ടുണ്ടാകും. ഇവിടെ ബാങ്കിൽ ഒരു കസ്റ്റമർ ഓടിപ്പോയിട്ട് ജനയുടെ കയ്യിലുണ്ടായ തോക്ക് പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അത് പിടിയും വലിയുമാകുന്നു. അതിന്റെ വെപ്രാളത്തിൽ അവളുടെ കയ്യിലുള്ള ആ തോക്കിൽ നിന്ന് വെടിപൊട്ടുന്നു. ഗൺഷോട്ട് കേട്ടതോടെ ബാങ്കിലുള്ള എല്ലാവരും പേടിച്ച് ഇവളിനി ഇവരെ കൊല്ലുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അന്നേരം നേരത്തെ അവളുടെ കയ്യിൽ നിന്ന് ആ തോക്ക് പിടിച്ച് മാറ്റാൻ നോക്കിയവരും പിന്നെ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡും എങ്ങനെയോ ഒരു വിധം പുറത്തേക്ക് ഓടുന്നുണ്ട്. ഇവരിങ്ങനെ പേടിച്ച് വിറക്കുന്നത് കണ്ട് ജനയ അവരോട് നിങ്ങളിങ്ങനെ പേടിക്കാൻ മാത്രം ഞാൻ നിങ്ങളോടൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുന്നു. അന്നേരം ന്യൂസിലൊക്കെ ഇവളെ പറ്റിയും ഇവളിങ്ങനെ ബാങ്കിൽ പണം മോഷ്ടിക്കാൻ കയറിയതിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ജനയ ഇവിടെ കാണുന്നുണ്ട്. അന്നേരമായിരിക്കും തന്നെ എല്ലാവരും റോബറായിട്ടാണ് കാണുന്നതെന്ന സത്യം ഇവൾ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും മൊബൈൽ യൂണിറ്റ് ഒക്കെ അവിടെ എത്തുന്നുണ്ട്. നെഗോഷിയേറ്ററിനെ ആ ഭാഗത്ത് എവിടെയും കാണാത്തത് കൊണ്ട് ഈ നെഗോഷിയേറ്റർ എവിടെ ചത്തി കിടക്കുകയാണെന്ന് ചീഫ് പറയുന്നു. അന്നേരം കെ ചീഫിനോട് സാർ ഞാൻ ജനയോട് സംസാരിക്കാം, എനിക്ക് എന്തോ അവൾ ഇതിൽ പെട്ടുപോയതാണെന്ന് തോന്നുന്നു, എന്തായാലും ഞാൻ അവളോട് സംസാരിക്കാം എന്ന് പറയുന്നു. ശരി ശരി, ഇനി ഇതിന്റെ പേരിൽ എന്തേലും പ്രശ്നമുണ്ടായാൽ അതിന്റെ എല്ലാം ഉത്തരവാദി നീ ആയിരിക്കും. അങ്ങനെ അവിടുന്ന് കട്ടേറ്റ് ശേഷം കെ ബാങ്കിൽ വിളിച്ചിട്ട് നിക്കോളിനോട് ജനയ്ക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുന്നു. ജനയ്ക്ക് ഫോൺ കൈമാറിയതിനു ശേഷം കെ അവളോട് ഞങ്ങൾ നേരത്തെ ബാങ്കിനകത്ത് നിന്ന് ഗൺഷോട്ടിന്റെ സൗണ്ട് കേട്ടല്ലോ, അത് അതിന്റെ കയ്യിൽ നിന്ന് അറിയാതെ പൊട്ടിപ്പോയതാണ്. ഞാൻ ശരിക്കും ഇവിടെ വന്നത് മോഷണം നടത്താനല്ല, ഞാനിവിടെ പൈസ എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ കയ്യിലുള്ള തോക്ക് പോലും എന്റെ അല്ല. അത് കേട്ട കെ ശരി ശരി, എങ്കിൽ നീ ആ തോക്ക് അവിടെ വെച്ച് പുറത്തേക്ക് വാ, നമുക്കെല്ലാം സംസാരിച്ച് ശരിയാക്കാം എന്ന് പറയുന്നു. ഇല്ല അത് പറ്റില്ല, എനിക്ക് എന്റെ പൈസ വേണം, മകളുടെ ലഞ്ചിന് വേണ്ടി കൊടുക്കേണ്ടതാണെന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്. ജനായയുടെ അവസ്ഥ മനസ്സിലാക്കിയ കെ അവളോട് ഓക്കെ ഐ ക്യാൻ ഹെൽപ്പ് യു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നീ അതി പുറത്തേക്ക് വാ എന്ന് പറയുന്നു. ഇല്ല നിങ്ങളെന്നല്ല ആർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ചുമ്മാ കള്ളം പറയുന്നതാണ്, റോബറിയുടെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ആ കോൾ കട്ട് ചെയ്യുന്നു. ആ സമയം ഒറിജിനൽ നെഗോഷിയേറ്റർ ആയ ഡാൻ അവിടെ എത്തുന്നുണ്ട്. ഡാൻ കെയോട് നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പണ്ട് ആർമിയിൽ ഞാൻ നെഗോഷിയേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു എന്ന് ഇവൾ പറയുന്നു. ഇവിടെ ബാങ്കിനകത്ത് നിക്കോൾ ജനയ്ക്ക് അവളുടെ പൈസ കൊടുത്തുകൊണ്ട് ദാ ഇത് പിടിക്കേ, എന്നിട്ട് നമുക്ക് വേഗം പുറത്തേക്ക് പോകാം, എന്നിട്ട് പോലീസിനോട് നീ ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയാമെന്ന് പറയുന്നു. അത് കേട്ട് ഇവൾ എന്നാൽ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യാമോ, ഈ പൈസ എന്റെ മകളുടെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിക്കുമോ, പുറത്തു നിറയെ പോലീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും അത് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. ആ സമയം ന്യൂസിൽ ഇങ്ങനെ ജനയെ പറ്റി പറയുന്ന ടൈം നേരത്തെ അവൾ മകളുടെ സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു പോലീസുകാരനുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നല്ലോ, അവനെ ഇവൾ ടിവിയിൽ കാണുന്നു. അവനെ കണ്ടപ്പോ തന്നെ ഇവൾക്ക് പേടി വരാൻ തുടങ്ങുന്നുണ്ട്. കാരണം ഇനി നിന്നെ കയ്യിൽ കിട്ടിയാൽ നിന്റെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഇവളെ. അതൊക്കെ ഇവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അന്നേരം ഇവിടെ ടെസ ജനയെ അറിയാതെ അവളുടെ ഫോണിൽ ലൈവ് ഓൺ ചെയ്യുന്നുണ്ട്. ജനയെ ബാങ്കിലുള്ള എല്ലാവരോടും ഐ ആം സോറി, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുന്നു. അപ്പൊ കൂട്ടത്തിലെ ഇസബെല്ല എന്ന് പറഞ്ഞ സ്ത്രീ എന്നാ നീ ഞങ്ങളെ പുറത്തു പോകാൻ വിടെന്ന് പറയുന്നു. അപ്പൊ ഇവൾ സോറി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്നൊക്കെ ടെൻഷനിൽ പറയുന്നുണ്ട്. അന്നേരം വേറൊരാൾ നീ വേഗം പുറത്തിറങ്ങി സറണ്ടർ ആകാൻ നോക്കെന്ന് പറയുമ്പോൾ ഇല്ലില്ല എനിക്ക് പേടിയാണ്, പുറത്ത് ആ പോലീസുകാരനുണ്ട്, അവൻ എന്നെ കൊല്ലുമെന്നൊക്കെ വളരെ പേടിച്ചു കൊണ്ട് ഇവൾ പറയുകയാണ്. അത് കേട്ട് ഇവർക്കൊന്നും മനസ്സിലാകില്ല. ശേഷം അയാൾ എന്നാൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അയാളുടെ ഭാര്യയും കൂട്ടിയിട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ ജനയ അവരെ ഒന്ന് തടയുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അന്നേരം ഇവളുടെ കയ്യിലുണ്ടായ മകളുടെ ആ പ്രൊജക്ട് ഓൺ ആകുന്നുണ്ട്. അത് കണ്ട് എല്ലാവരും ഇപ്പൊ ബോംബ് പൊട്ടും എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്നുണ്ട്. ശേഷം അവൾ അത് ഓഫ് ചെയ്യുന്നു. പോലീസുകാർ ക്യാമറയിലൂടെ ഇതെല്ലാം കാണുന്നുണ്ട്. ബാങ്കിലുള്ളവരെല്ലാവരും പേടിച്ച് വെപ്രാളത്തിലായിരിക്കും. ശേഷം ജനയ അവിടെ ഉള്ളവർക്ക് ഇരിക്കാൻ വേണ്ടി ചെയർ എടുക്കാൻ പോകുന്നുണ്ട്. ടെസ ആ സമയം നിക്കോളിനോട് വാ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറയുന്നു. ഇല്ലില്ല നീ കണ്ടില്ലേ അവളുടെ കയ്യിൽ ബോംബുണ്ട്. ആ സമയം കൊണ്ട് ജനയ ചെയർ എടുത്ത് വന്നിട്ട് അവരോട് ഇരിക്കേ, ഇത്ര സമയം നിങ്ങൾ നിന്നില്ലേ, കുറെ സമയം ഇങ്ങനെ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് എല്ലാവരും ഇരിക്കെന്ന് പറയുന്നു. ഇവൾ ഇങ്ങനെയൊരു സിറ്റുവേഷനിലായിട്ട് പോലും അവിടെ ഉള്ളവരോട് അവളെ കൊണ്ട് പറ്റാവുന്നത് പോലെ ഗ്രേഷ്യസ് ആയിട്ടാണ് പെരുമാറുന്നത്. ഇവിടെ ഒരു ഓഫീസർ വന്നിട്ട് ചീഫിനോട് ബാങ്കിന്റെ ബ്ലൂ പ്രിന്റ് കിട്ടി, നമുക്ക് വേഗം അതിന്റെ അകത്തേക്ക് കയറണം എന്ന് പറയുന്നു. പക്ഷേ അവളുടെ കയ്യിൽ ബോംബുണ്ട്, അതുകൊണ്ട് നമുക്ക് തോന്നിയതുപോലെ അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് ചീഫ് മറുപടി പറയുന്നു. അന്നേരം ആ ഓഫീസർ ഞാൻ ഈ ജനയെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഈ ബോംബ് പോലുള്ള സാധനങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള ട്രെയിനിങ്ങോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത്. ചിലപ്പോൾ അവൾ ഇതൊക്കെ ഓൺലൈൻ വഴി ആയിരിക്കും പഠിച്ചതെന്ന് കെ പറയുന്നു. എന്തായാലും അവളുടെ കയ്യിൽ
ബോംബ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഏതായാലും നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്ന് ചീഫ് പറയുന്നു. അന്നേരം ഡാൻ എന്നാ നമുക്ക് FBI വിളിക്കുന്നതാണ് നല്ലതെന്ന് അഭിപ്രായം പറയുന്നു. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. FBI വിളിക്കാൻ ജനയ്യ അതിന് മാത്രം വലിയ ക്രിമിനൽ ഒന്നുമല്ല. ഇതൊരു ടിപ്പിക്കൽ ബാങ്ക് റോബറിയുമല്ല. നേരത്തെ തന്നെ അവൾ അവിടുന്ന് ആ കസ്റ്റമേഴ്സ് ഒക്കെ പോകുമ്പോൾ അവൾ തടഞ്ഞത് പോലും ഇല്ലല്ലോ. അവൾ അവിടെയുള്ളവരോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഈ FBI ഒക്കെ വന്നാൽ ആദ്യം തന്നെ അവളെ ആയിരിക്കും അറസ്റ്റ് ചെയ്യുക. അല്ലാതെ അവളുടെ പ്രശ്നം സോൾവ് ചെയ്യാനോ അവളുടെ സിറ്റുവേഷന് പ്രയോറിറ്റി കൊടുക്കാനോ നോക്കില്ല എന്ന് കെ പറയുന്നു. ഇവരെല്ലാവരും ഒരുപോലെ ജനയ്ക്ക് എതിരെ നിൽക്കുമ്പോൾ കെ മാത്രമാണ് എന്തോ എവിടെയായിട്ട് ജനയെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് കേട്ടായിട്ട് ശേഷം കെ ജനയെ വിളിക്കുന്നുണ്ട്. അന്നേരം ഇവൾ, നിങ്ങൾ എന്തിനാ ഇത്രയും പോലീസുകാരെ കൊണ്ട് ഇവിടെ വന്നത്? അതും എനിക്ക് വേണ്ടി? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ മോഷ്ടിക്കാൻ വന്നതല്ല എന്ന്. എനിക്ക് എന്തായാലും ഇപ്പൊ പുറത്തു വരാൻ പറ്റില്ല. വന്നാൽ ആ പോലീസുകാരൻ എന്നെ കൊല്ലും. എന്റെ മകൾക്ക് വേണ്ടിയുള്ള പൈസക്കാണ് ഞാൻ ഇവിടെ ഈ ബാങ്കിൽ വന്നത് തന്നെ. നിങ്ങൾക്കറിയോ, ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്ന് അതിന്റെ മുതലാളി എന്നെ പുറത്താക്കി. ഇപ്പൊ എന്റെ ജോലിയും പോയി. എന്നോട് എന്റെ ബോസ് അത്രയും ക്രൂവലായിട്ടാണ് പെരുമാറാറ്. പിന്നെ നേരത്തെ ആ വണ്ടിയുടെ പേരിൽ ഫൈൻ കിട്ടിയതും പിന്നെ ആ പോലീസുകാരൻ ഇവളെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം ഇവള് തുറന്നു പറയുന്നുണ്ട്. അത് കേട്ട് കേക്ക് ഇവളുടെ സിറ്റുവേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് അവളുടെ അമ്മയും ഇതേ ഒരു ദാരിദ്ര്യത്തിലൂടെയാണ് ഇവളെ വളർത്തിയത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയും കെയും പണ്ട് പോയതാണ്. നേരത്തെ ജനായുടെ വീട്ടിൽ പോയപ്പോൾ കേക്ക് ഇതൊക്കെ ഓർമ്മ വന്നത് കൊണ്ടാണ് അവൾക്ക് ആ പരിസരമൊക്കെ കണ്ടപ്പോൾ എന്തോ പോലെ ആയതും പിന്നീട് ജനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതുമൊക്കെ. നിങ്ങൾ എന്നെ ആ ഭീഷണിപ്പെടുത്തിയ പോലീസുകാരനെ പറഞ്ഞയക്കാത്തിടത്തോളം കാലം ഞാൻ പുറത്തു വരില്ല എന്ന് ജനായ പറയുന്നു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനായ ഈ പറഞ്ഞ ഇവളുടെ ഈ സിറ്റുവേഷൻ ഒക്കെ ടെസ നേരത്തെ ലൈവ് ഓൺ ചെയ്തത് കൊണ്ട് തന്നെ നാട്ടുകാർ മുഴുവനും കാണുന്നുണ്ട്. ശേഷം ചീഫ് ഈ ജനായ പറയുന്ന പോലീസ് ഓഫീസർ ഏതാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് അതാരാണെന്ന് പെട്ടത് കണ്ടുപിടിക്കാൻ കെയോട് പറയുന്നു. ഇവിടെ ബാങ്കിന്റെ അകത്ത് ക്യാമറ ഓൺ ആണെന്ന് മനസ്സിലായ ജനായ അത് ഓഫ് ചെയ്യുന്നുണ്ട്. പോലീസുകാർക്ക് അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരു ഭാഗത്ത് ബില്ലിക്കും കേക്കും ജനയ പറഞ്ഞ ആ പോലീസ് ആരാണെന്ന് എത്ര അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല. ബാങ്കിനകത്ത് AC ഉള്ളത് കൊണ്ട് തന്നെ ജനയ്ക്ക് നല്ലോണം തണുക്കുന്നുണ്ട്. അത് ശ്രദ്ധയിൽപ്പെട്ട നിക്കോൾ, എന്റെ ക്യാബിനകത്ത് ഒരു ജാക്കറ്റ് ഉണ്ട്, ഞാനത് തരാമെന്ന് പറഞ്ഞ് ഇവളെയും കൂട്ടിട്ട് ക്യാബിന്റെ അകത്തേക്ക് കയറുന്നു. അപ്പൊ അവിടെ നിക്കോളിന്റെ ഫാമിലി ഫോട്ടോ ജനയ കാണുന്നുണ്ട്. എന്നിട്ട് അവൾ, ഇത് നിങ്ങളുടെ ഫാമിലി ആണോ എന്ന് ചോദിക്കുമ്പോൾ, ആ അതെ, എന്റെ മൂത്ത മകളുടെ പേര് ജെനിഫർ, ഇളയ മകളുടെ പേര് ജാസ്മിൻ എന്നൊക്കെ നിക്കോള് പറയുന്നു. എനിക്കൊരു മകളുണ്ട്, പേര് ആര്യ. എന്നിട്ട് അവളുടെ അപസ്മാരത്തിനെ പറ്റിയൊക്കെ ജനയ പറയുന്നുണ്ട്. നീ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നേ? നമുക്ക് പുറത്തേക്ക് പോയിക്കൂടെ? അതാകുമ്പോ നിനക്ക് നിന്റെ മകളുടെ അടുത്തേക്കും എനിക്ക് എന്റെ ഫാമിലിയുടെ അടുത്തേക്കും പോകാലോ എന്ന് നിക്കോള് പറയുന്നു. ആ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുടെ അടുത്തേക്ക് എന്തായാലും പോകാൻ പറ്റും. പക്ഷെ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ മകളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. അതിനു മുമ്പേ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തുകൊള്ളും. പിന്നെ എനിക്ക് എന്റെ മകളെ കാണാൻ പറ്റില്ല. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്താലും കുറച്ചു കാലം മാത്രമേ അവർ നിന്നെ ജയിലിൽ ഇടുള്ളൂ. പിന്നെ നീ ജയിലിലായി കഴിഞ്ഞാൽ നിന്റെ മകളെ നിന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് ഏൽപ്പിച്ചൂടെ എന്ന് നിക്കോള് ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് ആകെ ഉള്ളത് അമ്മയും ഒരു സിസ്റ്ററുമാണ്. പക്ഷേ അവരെന്തായാലും എന്റെ മകളെ നോക്കില്ല എന്ന് ഇവള് പറയുന്നു. അപ്പോഴേക്കും നേരത്തെ ലൈവ് കണ്ട് വിവരങ്ങളെല്ലാം അറിഞ്ഞ് FBI അവിടെ എത്തിയിട്ടുണ്ടാകും. ഇവിടെ ജനയ പുറത്താണെങ്കിൽ എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ട്. എന്നിട്ട് അവൾ നിക്കോളിനോട്, അല്ല അതെന്താ പുറത്ത് ശബ്ദം കേൾക്കുന്നത്, നിങ്ങളൊന്ന് പോയി നോക്കെന്ന് പറയുന്നു. സംഭവം ജനയ നേരത്തെ ലൈവിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ട് അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വന്ന നാട്ടുകാരായിരിക്കും അത്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവര് വരെയുണ്ട്. കൂട്ടത്തിൽ ജനയയുടെ അയൽവാസിയായ ബെന്നിയും ഉണ്ട്. ആ സമയം FBI ചീഫിനോട്, ഇനി ഇതിന്റെ ഇൻചാർജ് ഞങ്ങൾക്കാണ്, നിങ്ങൾ ഇനി ഈ കാര്യം നോക്കേണ്ട എന്ന് പറയുന്നു. അല്ല, ഞങ്ങൾ ഇവിടെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന് ചീഫും. നിങ്ങൾ എന്ത് മണ്ണാങ്കട്ടെ ഹാൻഡിൽ ചെയ്തെന്നാ ഈ പറഞ്ഞു വരുന്നേ? ഇത് രാവിലെ തുടങ്ങിയ പ്രശ്നമാണ്. സമയതാ ഇപ്പൊ എത്രയായെന്ന് നോക്ക്. ഇത്ര നേരമായിട്ടും നിങ്ങളെ കൊണ്ട് ഈ കാര്യം പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഓരാഞ്ഞിതാ ആ ജനായെ കൊണ്ട് നിങ്ങൾ ലൈവ് ചെയ്യാൻ വേണ്ടി വിട്ടു. അതുവഴി ഇതാ ഇപ്പൊ പുറത്ത് മുഴുവനും ആളുകൾ കൂടി. ആ പെണ്ണ് അവളുടെ ബോസിനെ കണ്ണിൽ ചോരി ഇല്ലാതെയാണ് കൊന്നു കളഞ്ഞത്. ഓരാഞ്ഞ് അവിടെ കയ്യിലൊരു ബോംബുമുണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഈ പ്രോബ്ലം ഹാൻഡിൽ ചെയ്തോളാം. ഇവിടെ ജനായ ബാങ്കിലുള്ളവരോട് ഓരോന്നിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിക്കോളിനോട് മാത്രമായിട്ട്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ ആര്യയെ വളർത്തുമോ? കാരണം എന്നെ അറസ്റ്റ് ചെയ്താൽ പിന്നെ എന്തായാലും അവർ അവളെ ഫോസ്റ്റർ ഹോമിലേക്ക് മാറ്റും. ഓക്കെ, ഞാൻ അവളെ വളർത്താമെന്ന് നിക്കോൾ ജനയക്ക് വാക്കു കൊടുക്കുന്നു. ആ നേരത്ത് അവിടെയുള്ള ഇസബെല്ല എന്ന് പറഞ്ഞ സ്ത്രീക്ക് ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ വല്ലാത്ത ക്ഷീണം വരുന്നുണ്ട്. അതുകണ്ട് ജനയ വേഗം ഇസബെല്ലയെ പുറത്ത് കൊണ്ടുപോയെന്ന് നിക്കോളിനോട് ആവശ്യപ്പെടുന്നു. ആ സമയം ഇവിടെ ജനയക്ക് പെട്ടെന്ന് ഒരു കോൾ വരുന്നു. അത് കെ ആണെന്ന് കരുതി അവൾ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴായിരിക്കും വിളിച്ചത് FBI ആണെന്ന് ഇവക്ക് മനസ്സിലാവുന്നേ. അല്ല, കെ എവിടെ? അവർക്ക് ഫോൺ കൊടുക്കെന്ന് ഇവള് പറയുന്നു. അവൾ ഇവിടെ ഇല്ല, ഇപ്പൊ ഞങ്ങളാണ് ഇതിന്റെ ഇൻചാർജ്. ഇല്ല, എനിക്ക് കെയോടാണ് സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ആ പോലീസ് അവിടുന്ന് പോയോ? അന്നേരം ഇങ്ങേര്, നീ ഇതേത് പോലീസ് ഓഫീസറിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആ ഇതാ ഞാൻ പറഞ്ഞത്, കേക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി. അവർക്കറിയാം ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. അതുകൊണ്ട് ആ പോലീസ് ഇവിടെ
ഇവിടുന്ന് പോകുന്നത് വരെ ഞാൻ എന്തായാലും പുറത്തേക്ക് വരില്ല എന്ന് പറഞ്ഞ് ഇവൾ കോൾ കട്ട് ചെയ്യുന്നു. അന്നേരം ആര്യയുടെ ആ പ്രൊജക്ട് ഓണായി അതിൽ നിന്ന് സൗണ്ട് വരാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെയുള്ളവരെല്ലാം ഇത് ബോംബാണെന്നാണല്ലോ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. സോ ഇവരെല്ലാവരും ഇവിടുന്ന് പേടിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് ജനയ അവരോട് അത് അവളുടെ മകളുടെ സയൻസ് പ്രൊജക്റ്റ് ആണെന്നുള്ള കാര്യം പറയുന്നേ. അപ്പോ ഇത് ബോംബല്ലേ എന്ന് ഇവർ ചോദിക്കുമ്പോൾ അല്ല, അപ്പൊ നിങ്ങളും പുറത്തുള്ള പോലീസുകാരും ഇത് ബോംബാണെന്നാണോ കരുതിയിരിക്കുന്നത്? അയ്യോ. എന്നിട്ട് നിക്കോളിനോട് നിങ്ങൾ വേഗം പുറത്തുള്ള പോലീസിനോട് ഇത് ബോംബല്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി ഇവൾ പറയുന്നു. അന്നേരം ടെസ എനിക്ക് ബാത്റൂമിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് അവിടുന്ന് നേരെ ബാത്റൂമിൽ പോയിട്ട് അവിടുത്തെ വിൻഡോ ഗ്ലാസിൽ അത് ഒറിജിനൽ ബോംബല്ല എന്നും അവളുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു തോക്കാണെന്നുള്ള കാര്യം ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയിട്ട് ആ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ ജനായ നിക്കോളിനോട് നിങ്ങൾ എന്താ ഈ നോക്കി നിൽക്കുന്നേ, വേഗം പോലീസിനോട് പറ ഇത് ബോംബല്ല എന്നുള്ള കാര്യം. അത് ജനയെ ഇനി ഇത് പോലീസ് അറിഞ്ഞാൽ ശരിയാകില്ല. കാരണം നിന്റെ കയ്യിൽ ബോംബില്ല എന്ന് ഇനി അവർ അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ അവർ ഇടിച്ചു കയറി ഇങ്ങോട്ടേക്ക് വരും. പിന്നെ നിനക്ക് വേറെ വഴിയില്ല, സറണ്ടർ ആകേണ്ടി വരുമെന്ന് നിക്കോള് പറയുന്നു. ഇവിടെ മറുഭാഗത്ത് ജനയെ നേരത്തെ പിടിച്ചു വെച്ച് ഫൈൻ കൊടുത്ത ആ ലേഡി ഓഫീസർ ഇല്ലേ, അവർ വന്നിട്ട് കെയോട് നേരത്തെ റോഡിൽ വെച്ച് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നു. അല്ല അപ്പൊ നീയാണോ അവളുടെ വണ്ടിയിൽ ഇടിച്ചതും അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് എന്നൊക്കെ കെ ചോദിക്കുമ്പോൾ അല്ല അത് ഞാനല്ല, അത് ഒലിവർ ആണെന്ന് ആ ലേഡി പറയുന്നു. അപ്പോ ഈ ഒലിവർ എന്ന പോലീസാണ് നേരത്തെ ജനയോട് ഒടക്കിയത്. കലി വന്ന് കെ ഒലിവറിന്റെ അടുത്ത് പോയിട്ട് അവന്റെ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് എല്ലാവരോടുമായിട്ട് ഇവൻ കാരണമാണ് എല്ലാ പ്രശ്നവും ഉണ്ടായത്, ഇവനെ പേടിച്ചിട്ടാണ് ജനയെ ഇത്ര നേരമായിട്ട് പുറത്ത് വരാതിരുന്നതെന്ന് പറയുന്നു. ശേഷം അവർ ഒലിവറിനെ അവിടുന്ന് മാറ്റുന്നു. എന്നിട്ട് കെ നേരെ ജനയെ വിളിച്ചിട്ട് നീ പറഞ്ഞ ആ പോലീസ് ഓഫീസറിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു, അവൻ ഇപ്പൊ ഈ പരിസരത്ത് എവിടെയുമില്ല, സോ നിനക്ക് ധൈര്യമായിട്ട് പുറത്ത് വരാമെന്ന് പറയുന്നു. അത് കേട്ട് ഇവക്ക് വിശ്വാസം വരില്ല. അല്ല ഞാൻ പറയുന്ന ആളെ കുറിച്ച് തന്നെയാണോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യപ്പെടണം, അതുകൊണ്ട് എനിക്ക് അയാളുടെ ഫോട്ടോ കാണണമെന്ന് ഇവൾ ആവശ്യപ്പെടുന്നു. ശരി ഞാൻ ആ ഫോട്ടോ കാണിച്ചു തരാം, പകരം നീ തടഞ്ഞു വെച്ച എല്ലാ ആളുകളെയും നീ പുറത്തേക്ക് വിടണം, എന്നിട്ട് നിന്റെ കയ്യിലുള്ള ആ തോക്ക് പുറത്ത് വെച്ച് രണ്ട് കൈയും പൊക്കി പേടിച്ചിട്ട് പുറത്തേക്ക് വരണം. അങ്ങനെ ജനയ അതിന് റെഡിയാകുന്നു. അങ്ങനെ അവിടുന്ന് കേട്ടിട്ട് ശേഷം കെ ബാങ്കിന്റെ അടുത്ത് പോയിട്ട് നിക്കോളിന് ഒലിവറിന്റെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. നിക്കോൾ അത് നേരെ ജനയക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് അത് വിശ്വാസം വരുന്നു. തുടർന്ന് നിക്കോൾ ഒഴികെ ബാക്കി എല്ലാവരും ബാങ്കിന്റെ അകത്ത് നിന്ന് ഇറങ്ങുന്നു. നിക്കോൾ കെയോട് ഞാൻ എന്തായാലും ജനയുടെ കൂടെ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് ജനയ നിക്കോളിനോട് വേണ്ട നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നു. എന്നാൽ നിക്കോൾ അതിന് സമ്മതിക്കാതെ വേണ്ട നമുക്ക് പുറത്തേക്ക് ഒരുമിച്ച് ഇറങ്ങാമെന്ന് പറയുന്നു. അത് കേട്ട് വല്ലാതായ ജനയ ഇതുവരെ ആരും എന്റെ കൂടെ ഒരു കാര്യത്തിനും കൂടെ നിൽക്കുകയോ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല, ഞാൻ ജയിലിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഉറപ്പായും ഞാൻ വരും, കൂടെ ആര്യയും ഉണ്ടാകുമെന്ന് നിക്കോൾ പറയുന്നു. അന്നേരം ജനയ്ക്ക് അവളുടെ അമ്മയുടെ കോൾ വരുന്നു. അതായത് FBI ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ അമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവളുടെ അമ്മ അവളോട് ജനയ നീ ബാങ്കിൽ പോയിട്ട് പണം മോഷ്ടിക്കാൻ ശ്രമിച്ചെന്ന് ഇവൾ പറഞ്ഞല്ലോ, നീ ഇതെന്ത് പണിയാ കാണിച്ചത്, ഇവിടെ FBI ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ മോഷ്ടിക്കാനല്ല ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് അവൾ അവിടെ വന്നതിന്റെ കാരണമെല്ലാം പറയുന്നു. ഇങ്ങനെ മകളുടെ സ്കൂളിൽ ലഞ്ചിന്റെ പൈസ കൊടുക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് ഇവളുടെ അമ്മ ഒരു കാര്യം പറയുന്നേ, ജനയ നീ എന്തീ പറയുന്നേ, ആര്യ ഇന്നലെ അല്ലേ മരിച്ചത് എന്നുള്ള കാര്യം. അപ്പൊ ഇന്നലെ ആര്യക്ക് അവസ്മാരം വന്നിട്ട് ജനയ അവളെ നേരെ ഹോസ്പിറ്റലിൽ കൂടി പോയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലും ആര്യയെ രക്ഷിക്കാൻ ഡോക്ടേഴ്സിന് സാധിച്ചില്ല. ഈ മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ജനയ അവളുടെ മകളെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് മരിച്ച ആര്യയും കൂട്ടിയിട്ട് നടന്നു വരുന്ന ജനയെയാണ് നമ്മൾ കണ്ടത്. ബേസിക്കലി ആര്യ ഓൾറെഡി മരിച്ചു. ഇന്ന് രാവിലെ ആര്യയെ അവളുടെ അടുത്ത് കണ്ടതൊക്കെ ജനയ ഹാലുസിനേറ്റഡ് ആയതാണ്. അതുപോലെ ജനയ വർക്കിന് പോയ സമയത്ത് ആര്യയുടെ സ്കൂളിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരു കോൾ അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് ശരിക്കും സ്കൂളിൽ നിന്നുള്ള കോൾ ആയിരുന്നില്ല, മറിച്ച് ഇലക്ട്രിസിറ്റി ബില്ല് മര്യാദയ്ക്ക് അടക്കാത്തത് കൊണ്ട് അവിടുന്ന് വിളിച്ചതാണ് അവളെ. എന്നിട്ട് അവൾ സ്കൂളിൽ പോയപ്പോൾ ആര്യയുടെ ക്ലാസ് ടീച്ചർ ജനയോട് ഞങ്ങൾ നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു പറഞ്ഞത്. എല്ലാം അവളുടെ തോന്നൽ മാത്രമായിരുന്നു. ആര്യ മരിച്ച കാര്യം അവൾക്ക് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ആര്യ മരിച്ച കാര്യങ്ങളൊക്കെ നിക്കോളിനും ബാക്കി അവിടെയുള്ള പോലീസുകാർക്കെല്ലാം അറിയാം. പക്ഷേ അത് അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് എന്തായാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ആരും ആ സത്യം പറയാതിരുന്നത്. ഇപ്പോഴാണ് ഇവൾ റിയാലിറ്റിയിലേക്ക് വരുന്നത് തന്നെ. ശേഷം നിക്കോൾ ജനയെയും കൂട്ടിയിട്ട് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തു വന്ന ജനയോട് കെ നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്നു. കെക്ക് ഇപ്പോഴും ജനയുടെ സിറ്റുവേഷൻ ഓർത്ത് വല്ലാത്ത സങ്കടമുണ്ട്. ഇവിടെ നാട്ടുകാരൊക്കെ ആണെങ്കിൽ ഫുൾ സപ്പോർട്ടായിരിക്കും ജനയ്ക്ക്. ഇവിടെ വെച്ച് ഈ സിനിമ കഴിയുന്നു. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അടുത്ത മൂവിയായിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം.